നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ പൊളിച്ചടുക്കി അൻവറിന്റെ വാർത്താ സമ്മേളനം. മുഖ്യമന്ത്രി നിരത്തിയ ന്യായീകരണങ്ങൾക്കെതിരെ ഓരോന്നോരോന്നായി പി ശശിക്കെതിരെയും ADGPക്കെതിരെയും PV അൻവർ തൊടുക്കുമ്പോൾ അത് പരോക്ഷമായി മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള ഒരു താക്കീതായി മാറുകയാണ്. പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുമ്പോൾ പാർട്ടി തന്നെ പ്രതിരോധത്തിലാകുകയല്ലേ? PV അൻവറിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെയോ? പാർട്ടിക്ക് വേണ്ടെങ്കിൽ താൻ തുടരുന്നതിൽ നിന്ന് പിന്മാറാമെന്ന സൂചന രാഷ്ട്രീയ ചുവടുമാറ്റം ലക്ഷ്യം വെച്ചു. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി പ്രിൻറ്റു മഹാദേവ്, LDF പ്രതിനിധിയായി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവരാണ്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് രാവിലെ മുതലുള്ള ഈ പ്രതികരണങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. Now this is violation of the right to privacy. I have already written to the Chief Minister that I want a report from the government. No violation of the fundamental rights of the citizens of India. നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു, നിവേദനം തന്നു. ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട്, ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട്, അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക. അദ്ദേഹം CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ട് ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ. എന്തുദ്ദേശത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിന്ന് പറയിപ്പിച്ചതാണ്. എന്താണ് റിപ്പോർട്ട്? അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇവരെഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്, ADGP അജിത് കുമാർ എഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്. ഈ 170 ആളെ കേസെടുത്തിട്ട് ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ഇവരെ ആരുടെയും വീട് അന്വേഷിച്ച് പോയതായിട്ട് എന്റെ അറിവിലില്ല. ചർച്ചയിലേക്ക് അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, മുഖ്യമന്ത്രിയുടെ ന്യായീകരണങ്ങളെയും വാദങ്ങളെയും ഒക്കെ PV അൻവർ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നതും എതിർക്കുന്നതും. പലയിടത്തും പരോക്ഷമായി തന്നെ മുഖ്യമന്ത്രിക്കിട്ട് കുത്തുന്നുമുണ്ട്. അതിന് പക്ഷേ പാവം മുഖ്യമന്ത്രി പൊട്ടക്കിണറ്റിലെ തവളയാക്കാൻ മറ്റു ചിലർ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള മനോഹരമായ വാദപ്രതിവാദങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ വാക് സാമർഥ്യത്തിലൂടെയാണ് PV അൻവർ അതൊക്കെ ന്യായീകരിക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ താൻ പുറത്തേക്ക് പൊക്കൊള്ളാം എന്നുള്ള നിലപാട് തരുന്നുണ്ട്. അതല്ല, പാർട്ടി എന്തു പറയുന്നുവോ അതനുസരിക്കും എന്നുള്ള നിലപാടിലേക്കും PV അൻവർ എത്തുന്നു. അപ്പോൾ PV അൻവറിന്റെ പുറകിൽ ശക്തമായ ഒരു സാന്നിധ്യമുണ്ട്. അതിന്റെ പിൻബലത്തിൽ തന്നെയാണ് ഉച്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കണക്കിന് കൊടുത്തുകൊണ്ട് തന്നെ വൈകിട്ട് PV അൻവറിന്റെ പ്രതികരണം ഉണ്ടായത്, അല്ലേ? പറഞ്ഞു PV അൻവർ അത് സ്വാഗതം ചെയ്യുകയും പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് അന്വേഷിക്കാത്തത്, അതിന് പിന്നീട് ആലോചിക്കാമെന്ന് പറയുകയും ചെയ്തു. ഈ അവതാരക പറഞ്ഞതുപോലെ PV അൻവർ മുഖ്യമന്ത്രിയോ ഇടതുപക്ഷത്തെയും തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം ഒന്നാമതായിട്ട് പറഞ്ഞതാണ് മാമി തിരോധാനത്തിൽ അവിടുത്തെ ക്രൈംബ്രാഞ്ച് SPക്കും പോലീസിലൊക്കെ പങ്കുണ്ടെന്ന് പറഞ്ഞു. അത് അന്വേഷിക്കാനായിട്ട് ആ ടീമിനെ മാറ്റി ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് AG പ്രകാശിനെയും DYSP പ്രേമനെയും വെച്ച് അന്വേഷണ സംഘം രൂപീകരിച്ചു. അതുപോലെ തന്നെ അൻവർ നേരിട്ട് നൽകിയ പരാതികൾ അന്വേഷിക്കാനായിട്ട് പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിക്കുകയും ഇന്ന് 3 മണിക്കൂറാണ് പാലക്കാട് ഷൊർണൂറുള്ള PWD ഗസ്റ്റ് ഹൗസിൽ വെച്ച് PV അൻവറിന്റെ മൊഴി അവർ രേഖപ്പെടുത്തിയത്.
പിന്നെ ADGPക്ക് അനധികൃത സ്വത്തുണ്ടെന്ന് പറഞ്ഞതിനെ അന്വേഷിക്കാനായിട്ട് വിജിലൻസ് SP ജോണിക്കുട്ടിയും വിജിലൻസിന്റെ ഡയറക്ടർ യോഗേഷ് ഗുപ്തയും ചുമതലപ്പെടുത്തി. ഓർഡറായി കഴിഞ്ഞു. പിന്നെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരുന്നത് ശ്രീദാസിനെ കുറിച്ചായിരുന്നു. അദ്ദേഹമാണ് ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അൻവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്കെല്ലാം ഗവൺമെന്റ് നടപടിയെടുത്തു. അതുപോലെ തന്നെ ബാക്കി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് PV അൻവറിന്റെ മൊഴിയെടുത്തത്. പിന്നെ ഒരു കാര്യം മുഖ്യമന്ത്രി വളരെ അസന്നിഗ്ധമായിട്ടും വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. ഒരു ഭരണാധികാരി ശക്തനായ ഒരു ഭരണാധികാരിയാകുന്നത് തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന്റെ അടിയുറച്ചുള്ള നിലപാടാണ്. ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ആരെങ്കിലും ഒരാൾ ഒരു പരാതി തന്നാൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായ തെളിവുകൾ കിട്ടുന്നത് വരെ നടപടിയെടുക്കാൻ പറ്റില്ല. ഇവിടെ PV അൻവർ ശശിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു തെളിവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ തെളിവ് വിട്ടത് അതിന് കാരണം PV അൻവർ ഇന്ന് 5 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. താങ്കൾ പറഞ്ഞതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് വെച്ചിട്ടാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത് എന്ന് PV അൻവർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ആരുടെ റിപ്പോർട്ട്? ADGP സ്ഥാനത്തിരിക്കുന്ന ആൾ അതേ തൽസ്ഥാനത്ത് തുടരുമ്പോൾ ആരും ഈ തെളിവുകൾ നൽകാൻ തയ്യാറാകില്ല. ആ റിപ്പോർട്ടാണോ മുഖ്യമന്ത്രി വായിക്കുന്നത് എന്ന് എടുത്തു ചോദിക്കുകയുണ്ടായി. പിന്നെ വിജിലൻസിന്റെ അന്വേഷണം, അതിൽ വിശ്വാസക്കുറവുണ്ട് എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് PV അൻവർ. അപ്പൊ അൻവർ വിശ്വസിക്കണ്ടല്ലോ. ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ ADGPയുടെ ടീമൊന്നും അല്ലല്ലോ അന്വേഷിക്കുന്നത്. മാമി തിരുവതാന കേസിൽ അന്വേഷിക്കുന്ന ഒരു IG പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. അതുപോലെ തന്നെ ADGP വിജിലൻസ് അതിന്റെ ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ്. അത് ADGP ആയിട്ട് യാതൊരു ബന്ധവുമല്ല. വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നു. അവരെല്ലാവരും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഹോം സെക്രട്ടറിക്കാണ്. ഹോം സെക്രട്ടറി ചീഫ് മിനിസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ADGP അൻവറിന് ഈ പറയുന്ന അന്വേഷണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അവർ നേരിട്ട് DGPക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ADGP ആയിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നാളെ ഈ ജനം ചാനൽ രോഹിണിക്കെതിരെ ഒരു സ്റ്റാഫ് വന്നൊരു പരാതി പറഞ്ഞാൽ ഉടനെ അങ്ങ് പുറത്താക്കുകയാണോ ചെയ്യുന്ന നടപടി? അന്വേഷിക്കും. അന്വേഷിച്ച് ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എടുക്കും. അതല്ലേ അതിന്റെ ജനാധിപത്യമായ ക്രമം എന്ന് പറയുന്നത്. ആ ജനാധിപത്യ ക്രമം അനുസരിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എല്ലാ PV അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പരാതി അദ്ദേഹം DGPക്ക് കൊടുത്തു, മുഖ്യമന്ത്രി കൊടുത്തു. പ്രധാനമായും 11 കാര്യങ്ങൾ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ആ 11 കാര്യങ്ങളും അന്വേഷിക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ വരും. അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് ശശിക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ PV അൻവർ പറയുന്നത് പോലെ ഏതെങ്കിലും വ്യാജ ലോബികളുമായി ബന്ധമുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യം വന്നാൽ പാർട്ടി നടപടിയെടുക്കും. അതുകൊണ്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. പരമാവധി വന്നാൽ 10 or 20 ദിവസത്തിനകത്ത് അന്വേഷണ റിപ്പോർട്ട് വരും. ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ഉച്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നമ്മളെല്ലാം കണ്ടതാണ്. P ശശിയെ ഇങ്ങനെ സംരക്ഷിച്ച് പിടിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം തുടർന്നത് എന്ന് മാത്രമല്ല, നമ്മൾ കണ്ടതല്ലേ PV അൻവർ MLA പശ്ചാത്തലം ചോദിച്ചത്, രാഷ്ട്രീയ പശ്ചാത്തലം ചോദിച്ചത്. ഇതൊക്കെ PV അൻവർ MLA സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ADGPയെയും P ശശിയെയും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണല്ലോ. അതും വളരെ ശക്തമായി തന്നെ ഒരു നിലപാടാണല്ലോ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അത് തന്നെയാണ് രോഹിണി ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും കാഴ്ചപ്പാട്. കാരണം CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് P ശശി. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് സ്റ്റാഫിനെ തീരുമാനിക്കുന്നത്. ആ തീരുമാനപ്രകാരമാണ് അവിടെ P ശശി ആ സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ വേണം. ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥന് ഡെപ്യൂട്ടേഷൻ കൊടുത്ത് അവിടെ എത്തിയേക്കല്ല. പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ പ്രമുഖനായ ഒരു നേതാവ് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്ന ഒരു ആരോപണം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ശരിയാണെങ്കിൽ നടപടിയെടുക്കും. അല്ലാതെ അദ്ദേഹത്തിന് ഇന്നങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരോപണം ഞങ്ങൾ അംഗീകരിക്കല്ലേ? അങ്ങനെ അദ്ദേഹം പറഞ്ഞല്ല തെളിവാണെന്ന് വരികയല്ലേ. പിന്നെ അൻവറിന്റെ കാര്യം, അദ്ദേഹം സംശയത്തിന്റെ മുനയിലാണ്. ഞങ്ങൾക്ക് സംശയമുണ്ട്. കാര്യം ദുബായും മലപ്പുറവുമായിട്ട് കേന്ദ്രീകരിച്ച് കരിപ്പൂർ എയർപോർട്ടുമായിട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ ആരോപണം വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു വശത്ത് ലോബിയെ സംരക്ഷിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അൻവർ ഇത്രയും കൃത്യമായ രേഖ സംശയം ഇടതുപക്ഷത്തിനുണ്ട്. അതായത് PV അൻവർ ആരുടെ ചട്ടുകമാകുന്നു എന്നുള്ള സംശയം അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിന്നിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന MLA മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ ആദ്യം ബോധിപ്പിക്കേണ്ടത് LDF നേതാക്കന്മാരെയാണ്. ആ നേതാക്കന്മാരെ ബോധിപ്പിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം പരസ്യ പ്രസ്താവനയായിട്ട് പോകേണ്ടത്. അല്ലാതെ പരസ്യ പ്രസ്താവനയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ധൈര്യം കൊടുക്കുന്ന ഏതോ ഒരു ശക്തി പുറകിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഈ സ്വർണ്ണ ലോബികൾ തന്നെ ഒരുപക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് സ്വർണം പുറത്തു വരുന്നതും പുറത്തിട്ട് പിടിക്കുന്നതും എല്ലാം കൃത്യമായിട്ട് എങ്ങനെ അൻവർ അറിയുന്നു?
അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോബിയുമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും രഹസ്യ ബന്ധമുണ്ടോ അതും അന്വേഷണത്തിന് വരും. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ ബൽദേവ്, ഈ ലോബി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് PV അൻവറിന്റെ പുറകിൽ ശക്തമായ കരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്നുള്ള രാഷ്ട്രീയമാണോ അതോ അകത്തു നിന്നുള്ള വിഭാഗീയതയുടെ പിൻബലമായി പിണറായിയുടെ ശക്തി പരമാവധി കുറയ്ക്കുക, ഇനി ഒരവസരത്തിനായി പിണറായി ഉപയോഗിക്കരുത് എന്ന് കരുതുന്ന ഇതിനുള്ളിൽ തന്നെയുള്ള ഒരു സംഘമാണോ? പ്രിയപ്പെട്ട രോഹിണി, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിക്കകത്തുകൊണ്ട് വേല കാണിച്ചാൽ എത്ര വലിയവനായാലും പുറത്തു പോയതിന് തർക്കമൊന്നുമില്ല. CPM-നകത്ത്, വിശേഷിച്ച് CPM എന്ന് പറയുന്ന പാർട്ടി, അതിനകത്ത് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ ആരും വേല കാണിക്കത്തില്ല. അത് പാർട്ടിയുടെ ചട്ടക്കൂടാണ്. പാർട്ടിക്ക് നിങ്ങൾ പറയുന്നത് പോലെ എടുത്തു പറഞ്ഞ ഒരു വാചകമുണ്ട്, പാർട്ടിക്ക് വേണ്ട എങ്കിൽ താൻ അതിൽ നിന്ന് മാറിക്കൊള്ളാം എന്ന്. പാർട്ടി ഇതുവരെ PV അൻവറിനെ തള്ളി പറഞ്ഞില്ല, ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും. ഇന്ന് ഈ അവസാന മണിക്കൂറിലും PV അൻവർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതല്ല, ഈ പാർട്ടി തനിക്കെതിരെ പറയില്ല എന്നുള്ള ധൈര്യമാണോ, അവിടെയാണ് ഈ വിഭാഗീയതയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നത്? ഒരിക്കലുമല്ല. PV അൻവറിനെ പാർട്ടി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്, ഞാനായാലും ഇടതുപക്ഷ മുന്നണി ഞങ്ങൾ നിൽക്കുന്നു, നാളെ ഞങ്ങളുടെ പാർട്ടി മുന്നണിയിൽ വേണ്ടാന്ന് പറഞ്ഞാൽ പുറത്തു പോയേ പറ്റൂ. എത്രയോ വലിയ പാർട്ടികളാണ്, വീരേന്ദ്രകുമാറിന്റെ ഒക്കെ പാർട്ടി ഇതിനകത്ത് പുറത്തു പോയിട്ടില്ലേ, പുറത്തെടുത്ത് കളഞ്ഞിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കാര്യമൊന്നുമില്ല. പാർട്ടിക്ക് ഇടതുപക്ഷ മുന്നണിക്കും CPM-നും വേണ്ടാന്ന് തീരുമാനിച്ചാൽ അൻവറിന് പുറത്തേക്ക് പോകാനേ പറ്റൂ, അകത്ത് നിൽക്കാൻ പറ്റില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ നിന്ന് പിൻവലിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? പലരുടെയും പല രഹസ്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ പുറത്തു പറഞ്ഞിരിക്കുന്നത് തെളിവ് സഹിതം അൻവർ ഇനിയും പുറത്തു വിട്ടേക്കുമോ എന്നുള്ള ഭയം? പുരോഹിതി ഒരു തെളിവ് പറ. ഇത്രയും അൻവർ ആകെ പുറത്തു വിട്ട എന്താ? അല്ല, അൻവർ പറഞ്ഞതിന്, അൻവർ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് തെളിവ് പുറത്തു വിടാത്തതെന്നും എന്തുകൊണ്ടാണ് കൂടുതൽ തെളിവ് വരാത്തതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഞാനെന്ന് പറയേണ്ട രോഹിണി, ഒരു തെളിവും അൻവറിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് സുജിത്തിന്റെ ഒരു ഫോൺ മാത്രമായിരുന്നു. ആ ഫോൺ അദ്ദേഹം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു സംസാരം മാത്രം. അത് ആരുമായിട്ട് സംസാരിച്ചതാ? സുജിത്തും അൻവറുമായിട്ട് സംസാരിച്ചത് അൻവർ റെക്കോർഡ് ചെയ്തു. അതുകൊണ്ട് എല്ലാവരെയും കേൾപ്പിച്ചു. അതിന് നടപടിയും എടുത്തു. ബാക്കി ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന്റെ രേഖകളുണ്ട്, പുറത്തുവിടട്ടെ. ഇന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞല്ലോ, P ശശിക്കെതിരെ നടപടി ഉണ്ടാകില്ല. പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയാണ് തീരുമാനിച്ചത്. അപ്പോൾ അൻവറിന് ഉണ്ടെങ്കിൽ പുറത്തുവിടാമല്ലോ. എന്തുകൊണ്ട് തെളിവ് പുറത്തുവിടുന്നില്ല? അപ്പൊ വെറുതെ വന്നു നിന്ന് വാക്കമ്പ് അടിച്ചാൽ അത് കേട്ടുകൊണ്ട് നടപടി എടുക്കുന്ന പ്രസ്ഥാനം ഒന്നുമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം, CPM ഒന്നും. തീരുമാനങ്ങൾ വരട്ടെ. തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുജിത്തിനെടുത്തതുപോലെ നടപടികൾ സുജിത്ദാസിനെതിരെ എടുത്തതുപോലെ എല്ലാവർക്കും എതിരെ ഉണ്ടാവും. അതിന് തർക്കമൊന്നുമില്ല. ശരി, ശ്രീ MK ഹരിദാസ്, രാവിലെ PV അൻവർ, ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി, വീണ്ടും വൈകുന്നേരം PV അൻവർ, ഇങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ് ഈ പ്രത്യാരോപണങ്ങളുടെ കാര്യത്തിൽ. എൻ്റെ പ്രിയ സുഹൃത്ത് LDF-ന്റെ പ്രതിനിധി ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, രോഹിണിയെ കുറിച്ചിട്ടൊരു പരാതി ജനം TV-യിൽ വന്ന പിറ്റേ ദിവസം നടപടി എടുക്കുമോ എന്ന് ചോദിച്ചത് അങ്ങേയറ്റ അപലപനീയമായി പോയിട്ട്. കാരണം രോഹിണി എന്ന് പറയുന്നത് മാതിരിയാണോ നികുതിപ്പണം കൈപ്പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ? ഇപ്പോൾ ഈ P ശശിയാണെങ്കിൽ നമ്മുടെ നികുതിപ്പണമാണ് അദ്ദേഹം ശമ്പളമായിട്ട് കൈപ്പറ്റുന്നത്. അതുമാതിരി തന്നെ ഈ ADGP കൈപ്പറ്റുന്നതും അതെ, മുഖ്യമന്ത്രി ശമ്പളം വാങ്ങുന്നതും അതെ. അപ്പോൾ രോഹിണിക്കെതിരെ നടപടി എടുക്കുമോ ചോദിച്ചിട്ട് ഈ വിഷയത്തെ അത്ര അധികം ലഘൂകരിക്കരുത്. പിന്നെ താങ്കൾ CPM-ന്റെ പ്രതിനിധിയല്ലേ, എന്നിട്ട് പോലും CPM-ന്റെ ആ കെട്ടുറപ്പും CPM-ന്റെ നടപടിച്ചട്ടങ്ങളും അത്രയൊക്കെ ഒരു കെട്ടുറപ്പൊക്കെ ഇപ്പോൾ ഈ CPM-ലുണ്ടോ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ? ഞാനുണ്ടായിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതായത് ഇദ്ദേഹത്തിന്, ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ പാത, ഇതിനു മുമ്പുള്ള പാത ഇടതുപക്ഷ പാതയല്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത്. പക്ഷെ ഇവിടെ ഒരു TK ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് ചേക്കേറിയിട്ട് ഇന്നും CPM-ന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം MP ആയി, MLA ആയി, മന്ത്രിയായി. കാരണം അദ്ദേഹം ചേക്കേറുന്ന സമയത്ത് ഉണ്ടായിരുന്ന CPM-ന്റെ കെട്ടുറപ്പും CPM-ന്റെ ഭദ്രതയും CPM-ന്റെ ജനാധിപത്യ, ഉൾപാർട്ടി ജനാധിപത്യവും അതൊന്നൊക്കെ ഇപ്പോൾ ഉണ്ടോ? അതുകൊണ്ടല്ലേ അദ്ദേഹം TK ഹംസയ്ക്കും ഇങ്ങനെ പലതും വിളിച്ചു പറയാമായിരുന്നല്ലോ. പക്ഷെ അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ആ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടതിനെ കൃത്യമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അൻവർ ഇറങ്ങി പുറപ്പെട്ടു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, പിന്നിൽ ആരോ ഉണ്ട്, അത് കൃത്യമായിട്ട് അറിയാം നമുക്കത് കൃത്യമായിട്ട്. പക്ഷെ താങ്കൾ ആ കെട്ടുറപ്പിനെ പറ്റി പറയുമ്പോൾ കടക്ക് പുറത്ത് എന്ന് മാത്രം പറഞ്ഞ് ശീലമുള്ള, മാറി നിൽക്കുക എന്ന് മാത്രം പറഞ്ഞ് ശീലമുള്ള ഒരു മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനത്തിൽ കേവലം CPM ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് ഈ അൻവർ. അതായത് പരാതിക്കാരൻ പറഞ്ഞത് 56 ഏക്കർ
56 ഏക്കർ റവന്യൂ ഭൂമി ഇദ്ദേഹം കയ്യേറി എന്ന് പറഞ്ഞിട്ടുള്ള പരാതി ലാൻഡ് റവന്യൂ ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. 19.5 ഏക്കർ ഈ മനുഷ്യൻ കയ്യേറിയിട്ടുണ്ട് എന്ന്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ അങ്ങേയറ്റം കളങ്കമുള്ള ഒരു വ്യക്തി, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു വ്യക്തി ഇനിയും പത്രസമ്മേളനം നടത്തിയാൽ എനിക്കും പത്രസമ്മേളനം നടത്തേണ്ടി വരുമെന്ന് സത്യത്തിൽ ഞാൻ പറയുകയാണ്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അധിപനായിട്ട് ഇദ്ദേഹം വാഴുന്നത് ഒരു ഭാഗം കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം ബാക്കി ആരുടെ വാക്കുകൾക്കും പ്രസക്തിയില്ല, ആരുടെ നോട്ടങ്ങൾക്കും പ്രസക്തിയില്ല, ആരുടെ അഭിപ്രായങ്ങൾക്കും പ്രസക്തിയില്ലാതെ ഇദ്ദേഹം ഒരു ഏകാധിപതി, അതായത് തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ കിം ജോങ് ഉൻ, കേരളത്തിലെ കിം ജോങ് ഉന്നാണ് അദ്ദേഹം പറഞ്ഞതിനപ്പുറം പാർട്ടിക്കൊന്നുമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി ഇന്ന് കേവലം CPM ഊതി വീർപ്പിച്ച ഒരു ബലൂണിൻ്റെ മുമ്പിൽ പറയുകയാണ് ഇനിയും പത്രസമ്മേളനം നടത്തിയാൽ എനിക്ക് ഇനിയും പത്രസമ്മേളനം നടത്തേണ്ടി വരും. ശ്രീ ബലദേവ്, എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ഞാൻ ഈ പഞ്ചതന്ത്ര കഥകളിൽ വായിച്ച ഒരു കഥയുണ്ട്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ചെമ്പോത്ത് എന്ന് പറയും, ഉപ്പൻ എന്ന് പറയുന്ന ഒരു പക്ഷിയും പൂച്ചയും നായയും കൂടിയിട്ട് ഉപ്പ് കച്ചവടത്തിന് പോയി. ഉപ്പ് കച്ചവടത്തിന് പോയിട്ട് ഇവർക്കുള്ളിലുള്ള പരസ്പര ധാരണ മാറ്റിമറിച്ചതിൻ്റെ പേരിൽ ഉപ്പ് നിറച്ച വഞ്ചി മുങ്ങുകയും ഇവർ 3 പേരും ബദ്ധശത്രുക്കളാകുകയും ഇന്നും ഇവർ ഭയങ്കര ശത്രുക്കളാണ് ഈ 3 പേരും. നമ്മുടെ നാട്ടിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതിനുള്ളിലെ പരസ്പര ധാരണയോടുകൂടി നടന്ന ഒരു കച്ചവടമുണ്ട് രോഹിണി. പരസ്പര ധാരണയോടുകൂടി മുൻപോട്ട് പോയിരുന്ന ഒരു സംഗതി, ശശി, ADGP, അൻവർ, ഭാഗികമായിട്ട് കർത്തന് പിറകിൽ മുഖ്യമന്ത്രി. അതിൽ വന്ന ഒരു പിഴവിൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് പരസ്പരം ഭയപ്പെടുന്നു. ഓരോരുത്തരുടെ നാവിലും വിളിച്ചു പറയപ്പെട്ട് കഴിഞ്ഞാൽ കേരളം ഞെട്ടാവുന്ന കുറേ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ അജിത് കുമാർ തയ്യാറാവുമോ എന്ന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു. അതുപോലെ തന്നെ അൻവർ അതൊക്കെ പറയുമോ എന്ന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത് ഇനിയും അൻവർ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തിയാൽ എനിക്കും നടത്തേണ്ടി വരും. ആരാ ഈ പറയുന്നത്? ഇരട്ടച്ചങ്ക്, ഒറ്റച്ചങ്കല്ല, ഇരട്ടച്ചങ്കുള്ളൊരു വ്യക്തി കേവലം ഒരു MLA പത്രസമ്മേളനം നടത്തണോണ്ട് നടത്തിക്കോട്ടെ. ഇദ്ദേഹത്തിൻ്റെ മൗനമായിരുന്നു ശ്രീ ബലദേവ് അദ്ദേഹത്തിന് ഭൂഷണം. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അങ്ങേയറ്റം ഭയപ്പെടുന്ന, അങ്ങേയറ്റം പരാജിതനായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം കാണേണ്ടി വന്നതിൽ ദുഃഖിക്കുന്ന കേരളത്തിലെ കുറച്ച് ജനങ്ങളിൽ ഒരു വ്യക്തിയാണ് ഞാൻ. എന്തിനാണ് ഇദ്ദേഹം ഈ അൻവറിനെ ഭയപ്പെടുന്നത്? അൻവറിനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൂടെ? ഒരു കാര്യമുണ്ട്, ഞാൻ രോഹിണി നിർത്തുകയാണ്. രോഹിണി, നിങ്ങൾക്ക് കിട്ടില്ല, പക്ഷെ കോൺഗ്രസിനൊന്ന് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന, മൂത്തിട്ടേ ഉള്ളൂ, പഴുത്തിട്ടില്ല, വീഴാറാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല, BJPക്ക് കിട്ടില്ല. അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയും 1-2 പത്രസമ്മേളനങ്ങൾ വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായിട്ടുള്ള അൻവർ ഇനിയും വിളിച്ചു പറയാവുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ രസമുള്ളതും ഇമ്പമുള്ളതും, ഒരു പ്രിയദർശൻ സിനിമ പോലെ. ടൈറ്റിലിന് വലിയ പ്രസക്തിയൊന്നും പ്രിയദർശൻ്റെ ഒരു സിനിമയ്ക്കുമില്ല. ചിത്രം എന്ന സിനിമ കണ്ടിട്ട് നമുക്ക് ചിത്രവുമായിട്ടൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ കിലുക്കത്തിലെ ഒരു കിലുക്കവും നമ്മൾ കണ്ടില്ല. പ്രിയദർശൻ സിനിമ പോലെ അൻവർ വിളിച്ചു പറയുന്നതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ച് ചീഞ്ഞളിഞ്ഞ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ 8 വർഷത്തെ ദുർഭരണത്തിൻ്റെ കാര്യം ഞങ്ങളെപ്പോലുള്ളവർ ഇത്തരം ചാനൽ ചർച്ചകളിൽ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് മറുപടിയുമായിട്ട് അൻവറിൻ്റെ കുറെ കൂടി വിളിച്ചു പറയലുകൾ പുറത്തു വരാനുള്ള സാധ്യതയാണ് ഇന്ന് അൻവർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നമ്മൾ പറയില്ലേ ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളതും അതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീ പ്രിഞ്ചു മഹാദേവ്, പോലീസിനുള്ളിലെ അഴിമതികളിൽ തുടങ്ങി ADGPയിൽ എത്തി ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ADGPയെയും P ശശിയെയും സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് PV അൻവർ എടുത്തു പറയുമ്പോൾ അതിനൊപ്പം പാവം മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നതോടൊപ്പം ഈ ഉപദേശകരാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലെ തവളയാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ PV അൻവർ ഭംഗ്യാന്തരേണ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും PV അൻവറിന്റെ കൃത്യമായ ലക്ഷ്യം ആര് എന്നുള്ളത് ഇപ്പോൾ ഏകദേശ ധാരണയായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതിലൂന്നി തന്നെയാണ് PV അൻവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ രാവിലത്തെ PV അൻവറിന്റെ പത്രസമ്മേളനത്തിന് മറുപടി മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് അണുവിട തെറ്റാതെ തന്നെ വൈകുന്നേരം തിരികെ മറുപടി പറയാൻ PV അൻവറെ പ്രേരിപ്പിച്ചത്. തീർച്ചയായും
ഇന്ന് 2 പത്രസമ്മേളനങ്ങൾ, ആ പത്രസമ്മേളനം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൊട്ടാര വിപ്ലവം CPM-നകത്തും പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി ഭരണത്തെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ച അൻവർ, ആ അൻവറിനെ കൊട്ടാരത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് പിണറായിയുടെ പത്രസമ്മേളനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ നിരീക്ഷകൻ ബൽദേവ് സാർ പറഞ്ഞതുപോലെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള പത്രസമ്മേളനമൊന്നുമല്ല നമ്മൾ കണ്ടത്. അൻവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ശശിയെ കൃത്യമായിട്ട്, ശശിക്കെതിരെയായിരുന്നു വലിയ ആരോപണം, ശശി ഒരു മഹാനായിട്ടാണ് സത്യത്തിൽ ഇന്ന് പിണറായി വിജയൻ ചിത്രീകരിച്ചത്. പാർട്ടി നിശ്ചയിച്ച ശശി ആ ചെയ്യുന്ന ജോലി വളരെ മഹത്തരമായ കർമ്മങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ശശിയെ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ ബൽദേവ് സാർ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തത്വമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ശൈലിയുണ്ട്. അങ്ങനെ ഒരു ശൈലിയാണെങ്കിൽ ഈ കേരളത്തിലെ ഭരണകക്ഷിയുടെ MLA-ക്ക് മറുപടി കൊടുക്കാൻ മാത്രം മണ്ടനാണ് പിണറായി വിജയൻ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്ന വലിയൊരു ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് ഇന്നത്തെ 2 പത്രസമ്മേളനങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിണറായി വിജയനെ കൃത്യമായിട്ട് അറിയാലോ, അദ്ദേഹം ഇന്ന് ഗുരുതരമായ ആരോപണം പിണറായി വിജയനെതിരെ ആരോപിക്കുന്ന അൻവറുണ്ട്. അതേസമയം അൻവറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി. സ്വന്തം ഭരണകക്ഷിയിൽപ്പെട്ട MLA-ക്കെതിരെ അൻവറിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭംഗിയേന്ദ്രൻ അദ്ദേഹം പറയുകയാണ്, അൻവറിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാമല്ലോ. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ സ്വർണ്ണ കടത്തു സംഘവും സ്വർണം പൊട്ടിക്കൽ സംഘവും. ഈ സ്വർണ്ണ കടത്തു സംഘത്തിന്റെ ആളായിട്ടാണ് സത്യത്തിൽ ഈ PV അൻവറിനെ പിണറായി വിജയൻ ചിത്രീകരിച്ചത്. ഈ ശശിയെയും ADGP അടക്കമുള്ള ആളുകളെ ചിത്രീകരിച്ചത് സ്വർണ്ണ പൊട്ടിക്കൽ സംഘമായിട്ടാണ്. അപ്പൊ സത്യത്തിൽ 2 അധോലോക സംഘങ്ങൾ കേരളത്തിൽ നടത്തുന്ന വലിയ ഒരു കൊള്ള സംഘം നടത്തുന്ന ചെയ്തികളുടെ, അല്ലെങ്കിൽ അവർ നടത്തുന്ന ഈ സംഘം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നേരത്തെ ഹരിദാസ് സാർ പറഞ്ഞതുപോലെ ഈ പങ്കുവെക്കൽ എവിടെയോ കുറഞ്ഞു പോയതിന്റെ പ്രശ്നമായിട്ട് ഉണ്ടായിട്ടുള്ള വലിയൊരു കലാപമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് പിണറായി വിജയന് അൻവർ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അൻവറിന്റെ പത്രസമ്മേളനം കേട്ടു, അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു കുറിപ്പ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്, എന്നെ ഒരു ചുക്കും ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല എന്നാണ് അദ്ദേഹം അവസാനം ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂടെ പാർട്ടിയുടെ അണികളുണ്ട്, എന്നെ വിശ്വസിക്കുന്നവരുണ്ട്, എന്നെ വേറെ ഒരാൾക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതോടെ പരസ്യമായിട്ട് CPM-നെയും പിണറായി വിജയനും വെല്ലുവിളിച്ചിരിക്കുകയാണ് അൻവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ബൽദേവ് സാർ നേരത്തെ പറഞ്ഞ ഒരു ബാലൻസിങ്ങിൽ ഒന്നുമല്ല അപ്പൊ അൻവർ എത്തി നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു സംഭവ വികാസങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ഭരണകക്ഷി MLA-യും ഏതു തരം സംഘങ്ങളുമായിട്ട് അവരുടെ ബന്ധം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. രണ്ടാമതൊരു കാര്യം, CPM നടത്തുന്ന ന്യൂനപക്ഷ പ്രണയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മലബാറിൽ നടത്തിയിട്ടുള്ള വലിയൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളായിട്ടുള്ള നേതാക്കന്മാർ, കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നേതാക്കന്മാർ, ലീഗിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നേതാക്കൾ, അങ്ങനെയുള്ള എപ്പോഴും അലിഗേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ നിർത്തി അവരെ വിജയിപ്പിക്കുകയും അതിലൂടെ അവിടെ ഒരു വലിയൊരു പൊളിറ്റിക്സ് CPM വിഭാവന ചെയ്തിട്ട് അതിന് വലിയൊരു ഞങ്ങളുടെ വിജയമാണെന്ന് അവർ പറയാറുണ്ട്. ആ വിജയമാണെന്ന് പറയുന്ന കാര്യത്തിന് വലിയൊരു തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ അൻവറിന്റെ പത്രസമ്മേളനം. സത്യത്തിൽ വേലിയിൽ കിടന്ന പാമ്പിന് തലയിൽ വെച്ച അവസ്ഥയിലാണ് സത്യത്തിൽ പിണറായി വിജയൻ CPM ഇന്ന് എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി. നമ്മൾ മുമ്പൊന്നും ഒരു കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA പരസ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ന് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും, പാർട്ടി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്നത് പാർട്ടി നോമിനിയാണ്. ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് അൻവറിനെ കാണുന്നു. അൻവർ വർദ്ധിത ബീജത്തോടു കൂടിയിട്ടാണ് ഫേസ്ബുക്ക് പേജിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, CPM ഈ കടുത്ത കാലത്തായി നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ജിഹാദി സംഘത്തിനുള്ള കൂട്ടുകെട്ടിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. സത്യത്തിൽ നമ്മൾ ലെബനിൽ ഈ കണ്ടല്ലോ ഈ പേജർ ബോംബ്, സത്യത്തിൽ CPM-ന് ഏറ്റിട്ടുള്ള ഒരു പേജർ ബോംബായിട്ടാണ് അൻവർ മാറിയിട്ടുള്ളത്. അത് കാലത്തിന്റെ ഒരു കാവ്യനീതി പോലെയാണ് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹം ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, അൻവർ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ADGP ഉണ്ട്, അതോടൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. ഇന്ന് അൻവർ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊളിറ്റിക്കൽ സെക്രട്ടറി സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിന്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. അപ്പൊ സത്യത്തിൽ ഇത് ഹരിദാസ് സാറൊക്കെ പറഞ്ഞതുപോലെ ഈ 8 വർഷമായിട്ടുള്ള പിണറായി വിജയന്റെ ഭരണം
ഇന്ന് കേരളത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതിനൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അൻവറിലൂടെ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ അൻവറിനെ കുറിച്ച് പിണറായിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതിനനുസൃതമായിട്ട് തന്നെ ജനങ്ങൾ ഈ സർക്കാരിനെതിരെയും ഈ അൻവറിനെതിരെയും ഒക്കെ ഒരു പ്രതിഷേധത്തിലും പ്രതിരോധം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ശ്രീ ബൽദേവ്, നേരത്തെയൊക്കെ താങ്കൾ ഇവിടെ വെച്ച് തന്നെ ഈ ജനം ഡിബേറ്റിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് പാർട്ടിയുടെ രീതിയാണ്, CPM-ന്റെ പാർട്ടി, ഇടതുപക്ഷത്തിൻ്റെ നയം എന്നൊക്കെ. പക്ഷേ അതിനെയാണ് ഭരണപക്ഷത്തുള്ള MLA ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്ക് നയവും അല്ലെങ്കിൽ ഇടതുപക്ഷ നയവും ഒക്കെ കൃത്യമായി ഉണ്ടെങ്കിൽ ആദ്യത്തെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ PV അൻവറിനെ വിലക്കേണ്ടതല്ലേ? ആ വിലക്ക് ശിരസ വഹിച്ചുകൊണ്ട് PV അൻവർ പാർട്ടി തലത്തിൽ മാത്രമായി ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതല്ലേ? പക്ഷേ ഇപ്പോൾ PV അൻവർ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നു, അതിൽ നിന്നൊന്നും ഒരു ഫലവും കാണുന്നില്ല, അതുകൊണ്ട് ഇതാ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടി തുടർ നടപടി എത്രയും പെട്ടെന്ന് കൈക്കൊള്ളുന്നതല്ലേ ഉചിതം? PV അൻവർ പാർട്ടിക്കാരനല്ല, പാർട്ടി പിന്തുണ കൊടുക്കുന്ന ഒരു സ്വതന്ത്ര MLA ആണ്. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് ജയിച്ചു. ഒരു ഇടതുപക്ഷ പാർട്ടിയിലും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരിക്കലും ഉണ്ടാകില്ല. പിന്നെ പല സ്വതന്ത്ര MLA ഏത് പാർട്ടിയുടെ ആയിരുന്നാലും അവർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാർട്ടിക്ക് അതീതമായിട്ട് പോകാറുണ്ട്. ഞങ്ങളുടെ ഒരു സ്വതന്ത്ര MLA ആയിരുന്ന ഒരു IAS അൽഫോൺസ് കണ്ണന്താനം BJP-യിൽ വന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പൊ ഇതൊരു സ്വതന്ത്ര MLA അവർക്ക് പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. അവർക്ക് അന്നേരം ഉണ്ടാകുന്ന ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ എല്ലാ പാർട്ടികളും, കോൺഗ്രസ് സ്വതന്ത്രന്മാർ നിർത്താറുണ്ട്, BJP സ്വതന്ത്രം നിർത്താറുണ്ട്, ഇടതുപക്ഷ മുന്നണിയും സ്വതന്ത്രം നിർത്താറുണ്ട്. അത് സ്വതന്ത്രം നിർത്തുന്നത് ആ സ്ഥലത്തെ ചില സാഹചര്യങ്ങൾ നോക്കി ചില സ്വതന്ത്രം നിർത്തും. അത് പാർട്ടിക്ക് പലപ്പോഴും ബാധ്യതയായിട്ട് വന്നുകൊണ്ട് അത് തർക്കമൊന്നുമില്ല. ഈ സ്വതന്ത്രന്മാർ കൂടുതലും പലപ്പോഴും പാർട്ടിക്ക് ബാധ്യതയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ MK ഹരിദാസ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് അൻവറിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഭയമാണ്. മുഖ്യമന്ത്രിക്ക് അൻവറിന്റെ ഭയമുണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പരിപൂർണമായിട്ട് അൻവറിനെ തള്ളിയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ പശ്ചാത്തലം വരെ പറഞ്ഞു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല, അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ല, അദ്ദേഹം പഴയ ഒരു മറ്റു പാർട്ടിക്കാരനാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മുഖ്യമന്ത്രി പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലെവലേശം പോലും അൻവറിന്റെ ഭയമില്ല എന്നുള്ളതാണ്. പിന്നെ അൻവർ ഇനിയും പലതും പറയുമെന്ന് പറഞ്ഞു. അൻവറിന്റെ കയ്യിൽ, ബഹുമാനപ്പെട്ട MK, ഇനി അൻവറിന്റെ കയ്യിൽ ഒന്നുമില്ല. അൻവർ അദ്ദേഹത്തിന്റെ ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അൻവറിന്റെ കയ്യിലുള്ളത് നേരത്തെ ഇവിടെ പ്രിന്റ് പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ തിരിച്ച് ബൂമറാങ് പോലെ അൻവറിലേക്ക് തന്നെ ചെല്ലും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ പല പോലീസ് ഓഫീസർമാരും തീർച്ചയായിട്ടും അതിനെതിരെ അൻവറിലേക്ക് തന്നെ തിരിയുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അരുവും മുലയും മാത്രം പറഞ്ഞു പോകുന്നത്. ഇന്ന് 3 മണിക്കൂറോളം സമയം അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പായി മൊഴി കൊടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അന്വേഷണം തീരുന്നില്ല. വളരെ കൂടുതൽ ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കേരളത്തിന്റെ പല മേഖലകളിലും പല ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയും പല പോലീസ് ഉദ്യോഗസ്ഥരെയും എന്തിന് സ്വർണ്ണക്കേസിൽ ഇപ്പോൾ കരിപ്പൂരുമായി ബന്ധപ്പെട്ട് കഴിയുന്ന പല നിരവധി പ്രതികളെല്ലാം ഈ കേസുമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പൊ ചോദ്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിന്റു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്. ഈ സ്വർണം വരുന്നത് നമുക്കറിയാം, നമ്മളെല്ലാവരും പല ചർച്ചയിലും പറയുന്നതാണ്. സ്വർണം കരിപ്പൂർ എയർപോർട്ടിൽ വരുന്നു. എയർപോർട്ടിനകത്ത് നിന്ന് കേരള പോലീസിന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ എയർപോർട്ടിൽ നിന്ന് സ്വർണം പുറത്തു വരുമ്പോൾ ആർക്കൊക്കെ ഇൻഫർമേഷൻ ലഭിക്കുന്നത്, അത് അൻവർ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ കുറച്ച് പേര് സ്വർണം പിടിക്കുന്നു. അപ്പോൾ കസ്റ്റംസിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എയർപോർട്ടിനകത്ത് തന്നെ എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥരോ കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥരോ ആരൊക്കെയോ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഇന്ന ഭാഗത്ത് സ്വർണം വരുന്നു. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 2 ലോബിയുണ്ട്. ഒരു ലോബിക്കെതിരെ പണ്ട് ബോംബെ അധോലോകങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന സെക്രട്ടറി അങ്ങനെയായിരുന്നു. മറ്റൊരു ലോബിയുടെ സ്വർണം പിടിപ്പിക്കുക. അതിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥര് ഏതെങ്കിലും ഒരു ലോബി കൊണ്ടുവരിക. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കൺട്രോൾ ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിന്റുവിന്റെ പാർട്ടിയാണ്. എയർപോർട്ട് ഭരിക്കുന്നത് പ്രിന്റുമാണ്, ഞങ്ങളാരുമല്ല. അപ്പോൾ എയർപോർട്ടിനകത്തുനിന്ന് ഈ സ്വർണം എങ്ങനെ പുറത്തു വരുന്നു? അപ്പോൾ എയർപോർട്ടിൽ എങ്ങനെ സ്വർണം വരുന്നു? ഇത് വിമാനത്തിലാണല്ലോ ഈ സ്വർണം വരുന്നത്. വിമാനത്തിൽ ഒരു രാജ്യത്തുനിന്ന് വിമാനം സ്വർണത്തിൽ കയറ്റി അയക്കുമ്പോൾ വിളിക്കുന്നത് എന്തായാലും പ്രിന്റും MKയും എല്ലാ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ രാജ്യത്ത് കയറുമ്പോൾ എവിടെയാ ചെക്കപ്പ് ചെയ്യുന്നത്? ദുബായിൽ നിന്ന് കയറിയാൽ ദുബായിൽ വെച്ചാണ് നമ്മുടെ ചെക്ക് ഇൻ ബാഗും ഹാൻഡ് ബാഗും നമ്മുടെ ബോഡിയെല്ലാം സ്കാൻ ചെയ്യുന്നത്. കൊച്ചി എയർപോർട്ടിൽ തിരുവനന്തപുരത്ത് നമ്മൾ വന്നിറങ്ങിയാൽ ഡ്യൂട്ടിബിൾ ഗുഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ചാനൽ വഴി പുറത്തു പോരും. നമ്മളെവിടെ ആരും പരിശോധിക്കുന്നില്ല.
അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്വർണങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനകത്ത് കേന്ദ്ര തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അങ്ങേയറ്റത്തെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിന്റു BJP നേതാക്കന്മാരോട് ശ്രീ ബൽദേവ്, ഇത്രയധികം ആരോപണങ്ങൾ PV അൻവർ MLA ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്തിനൊക്കെ നേതൃത്വം നൽകുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടൽ നടത്താവുന്ന കസ്റ്റംസ് ആണ് എന്ന് പറഞ്ഞൊഴിയാൻ സാധിക്കുന്നത്? നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചു ഈ സൂചനകൾ മാത്രമാണ് PV അൻവർ നൽകുന്നത്, ഇനി മറ്റ് തെളിവുകളൊന്നും ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ സൂചനകൾ നൽകി വിലപേശുകയാണ് PV അൻവർ എന്ന് പറയുന്നതല്ലേ ശരി? ഇല്ല, ഒരു വിലപേശലുമില്ല. കാര്യം അദ്ദേഹം വിലപേശലാണെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ ആർക്കെതിരെ ആരോപണം കൊണ്ടുവന്ന് ADGPക്കെതിരെ ആരോപണം കൊണ്ടുവന്നു. ADGP ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ഭയമുണ്ടെങ്കിലോ എന്തെങ്കിലും രേഖകൾ പുറത്തുവിടുമെന്നുണ്ടെങ്കിലോ ആദ്യം ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമായിരുന്നു. ADGP മാറ്റിയിട്ടില്ല. അതിനുശേഷമാണ് അദ്ദേഹം P ശശിക്കെതിരെ വ്യക്തമായ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം. ADGP തൽസ്ഥാനത്ത് തുടരുന്നു. അദ്ദേഹത്തിന് ഭരണതലത്തിൽ സ്വാധീനിക്കാൻ കഴിയും ഇനിയുള്ള തുടരന്വേഷണങ്ങളെയൊക്കെ. ഒരുപക്ഷെ PV അൻവർ ഈ കോടിക്കണക്കിന് രൂപയുടെ കവടിയാറിലുള്ള വസ്തുവും വീട് നിർമ്മാണവും പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ, ഇന്ന് പറഞ്ഞ ഫ്ളാറ്റിന്റെ മറിച്ച് വിൽപ്പന പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ തുടർന്ന് ഈ പൊതുസമൂഹം എങ്ങനെ അറിയുമായിരിക്കും? ഇതുപോലെ കേരളത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഫ്ളാറ്റ് കച്ചവടവും കുംഭകോണവും സ്വർണ്ണ കച്ചവടം കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ ആരും ഇത് അറിയുന്നില്ല. ആരെങ്കിലും ആരോപണമായിട്ട് വരുമ്പോഴാണ് പലപ്പോഴും ഇത് അറിയുന്നത്. അത് ശരിയാണ്. ഒരുപക്ഷെ തിരിച്ചൊരു ചോദ്യം വരാം, ADGP പോലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥർ ഇത് വാങ്ങിച്ചാൽ അറിയണ്ടേ എന്ന്. അതിനകത്തൊരു പക്ഷേ വിജിലൻസ് വീഴ്ച ഉണ്ടാകാം. അപ്പൊ ഇത് സ്വർണം പൊട്ടിക്കലും ADGP പോലെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വാങ്ങിച്ചാൽ ഇത് അറിയണ്ടേ എന്നുള്ളതല്ല, അത് അനധികൃത സമ്പാദനമാണ്. അദ്ദേഹത്തിന്റെ വരുമാനം എത്ര? 15 കോടിയോളം രൂപ വസ്തുവിന് മാത്രം നൽകാൻ കഴിയുന്ന വരുമാനമുണ്ടോ അദ്ദേഹത്തിന്? ഇനി അതല്ല, പൈതൃകമായി ലഭിച്ച സ്വത്താണോ? പൈതൃകമായുള്ള എന്തെങ്കിലും സ്വത്തുവകകൾ ഇതിൽ കാണിക്കുന്നുണ്ടോ? സോഴ്സ് ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതാണ്. അത് വിജിലൻസ് കണ്ടുപിടിച്ചില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ADGP ഈ സ്വത്ത് വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, രോഹിണിക്ക് അറിയത്തില്ല, പ്രിന്റുവിന് അറിയത്തില്ല, MKക്ക് അറിയത്തില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാരമ്പര്യ സ്വത്താണോ അല്ലെങ്കിൽ രോഹിണിക്ക് തർക്കിച്ച് പറയാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസില് നമുക്കറിയാം ഒരു IAS IPS ഓഫീസർമാർ കല്യാണം കഴിക്കുന്നത്. അതെന്തായാലും MK ഹരിദാസ് തർക്കിക്കത്തില്ല. IAS IPS ഓഫീസർമാർ കല്യാണം കഴിക്കുന്നത് കേരളത്തിലെ കോടീശ്വരന്മാര് അവർക്ക് ലിസ്റ്റിൽ വരുമ്പോഴേ കോടിക്കണക്ക് എന്റെ നാട്ടിലുമുണ്ട്. IAS കിട്ടില്ല, ഇന്ത്യൻ റെയിൽവേ സർവീസ് IRS ആണ് കിട്ടിയത്. എത്ര കോടി രൂപയുടെ സ്വത്ത് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഏക്കർ കണക്കിന് വസ്തുവാണ് എഴുതി വെച്ചേക്കുന്നത്. കുറഞ്ഞ ഞങ്ങളുടെ കണക്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 100 കോടി രൂപയുടെ സ്വത്തെങ്കിലും കൊടുത്തതാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസിൽ അത്രയും വലിയ സ്വത്തുള്ളത് നമുക്കറിയാവും. എനിക്കറിയില്ല, രോഹിണിക്ക് അറിയാമെങ്കിൽ അത് വ്യക്തമാക്കണം, MK ഹരിദാസിന് അറിയാമെങ്കിൽ അത് വ്യക്തമാക്കണം. അപ്പൊ IAS IPS ഓഫീസർമാരുടെ കാര്യം അവർക്ക് ഇങ്ങനെ വലിയ സോഴ്സുകളുണ്ട്. അപ്പൊ അദ്ദേഹം അതിന് കൈക്കൂലി വാങ്ങിച്ച കാശാണോ, അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയ സ്വത്താണോ, അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്താണോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അപ്പൊ അന്വേഷിച്ച റിപ്പോർട്ട് വരട്ടെ. അന്വേഷിച്ച റിപ്പോർട്ട് വരുമ്പോൾ അതിന് പ്രത്യേക ടീമിനെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പ്രത്യേക ടീമിനെ വിജിലൻസിന്റെ ഡയറക്ടർ തന്നെ വെച്ചിരിക്കുന്നു. യോഗേഷ് ഗുപ്ത, അദ്ദേഹം വിജിലൻസ് ഡയറക്ടറാണ്, സീനിയർ IPS ഓഫീസറാണ്. അദ്ദേഹത്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്. അന്വേഷിച്ച് പുറത്തു വരട്ടെ. അപ്പോൾ ഓരോ കാര്യങ്ങൾ അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ശശിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹം എഴുതി കൊടുത്ത 11 ഐറ്റത്തിലുണ്ട്. അത് DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിന്റെ പ്രഥമഘട്ടമാണ് അൻവറിനെ ചോദ്യം ചെയ്തത് എന്താ? പരാതിക്കാരന്റെ വ്യക്തമായ മൊഴിയെടുക്കുന്നു, വിശദമായ മൊഴിയെടുക്കുന്നു. ആ മൊഴിയുടെ അന്വേഷണത്തിൽ ആ പ്രാരംഭഘട്ടത്തിൽ മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോകും. ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ വ്യക്തമായ തെളിവുകൾ പുറത്തു വരും. അപ്പോൾ എവിടെ നിന്നാണ് ADGPക്ക് സ്വത്ത് കിട്ടിയത്, ഇത്രയും പണം എവിടെ നിന്ന് വന്നു നമുക്കറിയാം. നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീജിത്ത് പണിക്കർ, PV അൻവർ വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും ADGPയുടേതുമാണ് എന്നാണ്. ഇവിടെ PV അൻവർ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയെയാണോ ഇടതുപക്ഷത്തെയാണോ? അതല്ല, PV അൻവർ തലവേദനയാകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണോ? ഇത് പാർട്ടിയെ ഒന്നാകെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറുന്നുണ്ടോ? രോഹിണി, ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് PV അൻവറിന്റെ പ്രസ്താവനകളെല്ലാം തന്നെ ADGP അജിത് കുമാറിലൂടെ ശ്രീ P ശശിയിലൂടെ ശ്രീ പിണറായി വിജയനിലേക്ക് തന്നെയാണ് എന്നാണ്. അദ്ദേഹം പ്രതിസന്ധിയിലാക്കാനായിട്ട് നോക്കുന്നതും അദ്ദേഹത്തിനെ തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം ADGPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല, ശ്രീ P ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പൊ പിന്നെ അതിൽ എല്ലാം പ്രതികരിക്കേണ്ടി വരിക എന്നത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള
ഒരു ശ്രമമാണ് ശ്രീ അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ശ്രീ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരു വലിയ പരാതി പോലീസിനെതിരെ അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ പാർട്ടി നൽകിയിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അത് അദ്ദേഹം ആദ്യം ഉന്നയിക്കേണ്ടത് പാർട്ടിയോടോ മുഖ്യമന്ത്രിയോടോ ആയിരുന്നു. അതിന് അദ്ദേഹം ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ വഴി പൊതുജനത്തിനെ അറിയിക്കാനാണ് ശ്രമിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അല്ലാതെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തിനെ റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ഫോൺ ഓഫായിരുന്നു, തുടർന്ന് വീണ്ടും അദ്ദേഹം പത്രസമ്മേളനങ്ങൾ നടത്തുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ CMOയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഡയറക്റ്റ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പൂർത്തിയാക്കുന്നത് വരെ അത് ഉണ്ടാകണമെന്ന രീതിയിലത്തേക്ക് അതിനെ എന്റർടൈൻ ചെയ്യാനായിട്ട് ശ്രീ അൻവർ തയ്യാറായിരുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് അതൊരു പ്രശ്നമായിട്ട് സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അൻവറിന്റെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ അൻവർ ഒരു സ്വതന്ത്രനായിട്ടുള്ള ആളാണെങ്കിലും CPM പിന്തുണയുള്ള ആളാണ്. അദ്ദേഹം പിന്തുണയ്ക്കുന്നത് CPM എന്ന പാർട്ടിയാണ്. പല അവസരങ്ങളിലും അദ്ദേഹം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഒരുപക്ഷെ മറ്റു പാർട്ടി അംഗങ്ങൾ പറയുന്നതിനേക്കാൾ ഒരു പരിധി കഴിഞ്ഞു പോലും പിന്തുണച്ചിട്ടുള്ളയാളുമാണ്. അപ്പോൾ അൻവറിന് തിരിച്ചും ആ രീതിയിലത്തേക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പലപ്പോഴും LDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അൻവറും പാർട്ടിയും തമ്മിലോ അൻവറും മുഖ്യമന്ത്രിയും തമ്മിലോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗിനുള്ള മതിയായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ്. എങ്കിലും അത് പ്രയോജനപ്പെടുത്താതെ തനിക്കുള്ള പല ആരോപണങ്ങളും, അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ADGP അജിത് കുമാർ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. അതിന്റെ മന്ത്രി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതേപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഉപദേശിക്കുന്നത് മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു ആരോപണം എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഇവരെല്ലാവരും തന്നെ നേരിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ആൾക്കാരാണ്. പക്ഷെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ശ്രീ അൻവറിനെ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആരോപണം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്ന് കരുതുന്നില്ല. അതിൽ ഒരുപക്ഷെ SP-യുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിൽ മാത്രം അതും SP-യുടെ ബിഹേവിയർ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടും അത് പോലീസ് ഫോഴ്സിൽ ഇരിക്കുന്ന ഒരാളിന് ഭൂഷണമല്ല എന്നതുകൊണ്ടും അതിലൊരു അന്വേഷണം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് അൻവർ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ആരോപണം മുഖ്യമന്ത്രി ഏതെങ്കിലും രീതിയിൽ അതിന് മെറിറ്റ് ഉണ്ട് എന്ന് കരുതുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് ശ്രീ ADGP ശ്രീ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും അല്ലെങ്കിൽ ശ്രീ P ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണെങ്കിലും, ഇനി അതല്ല മറ്റു വിഷയങ്ങളാണെങ്കിലും, അതായത് ഇപ്പൊ പൂരവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും, അതേപോലെ തന്നെ ADGP RSS നേതാക്കളെ സന്ദർശിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമാണെങ്കിലും ഒന്നും തന്നെ മുഖ്യമന്ത്രി മുഖവിലേക്ക് എടുക്കുന്നില്ല. തന്നെയുമല്ല, അൻവറിനെതിരായിട്ടുള്ള ചില പ്രസ്താവനകൾ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപക്ഷെ CPM-ന്റെ ഒരു വലിയ സപ്പോർട്ടറായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു MLA ആയിട്ടുള്ള ഒരാൾ പ്രതീക്ഷിക്കാത്ത രീതിയിലത്തേക്ക് അൻവറിനെ ഇന്ന് മുഖ്യമന്ത്രി തള്ളി എന്ന് പറയാം. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, തന്റെ പാർട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താതെ മാധ്യമങ്ങളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് താനുമായിട്ടുള്ള ഒരു ബന്ധത്തിനെ എന്റർടൈൻ ചെയ്യുന്നില്ല. ഫോൺ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് തീരെ ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ഇനി അഥവാ അൻവർ തുടർച്ചയായി പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ താനും നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ടുള്ള ഒരു കോൺഫ്രണ്ടേഷന് വേണ്ടിയിട്ട് താൻ തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. വൈകുന്നേരം പക്ഷേ PV അൻവർ സ്വീകരിച്ച ഒരു നിലപാട് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പം എന്നുള്ള രീതിയിലാണ് തുടക്കം മുതൽ തന്നെ തുടങ്ങിയത്. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കണക്കിലെ അപാകതകൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നുള്ളതിനെ താനും ന്യായീകരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം അദ്ദേഹം പറയുന്നത് പല കാര്യങ്ങളും പാവം മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു. തെറ്റിദ്ധാരണ മാറുമ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകും ചില പുഴുക്കുത്തുകളാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പൊട്ടക്കിണറ്റിലെ തവളയാക്കാൻ അദ്ദേഹത്തെ ശ്രമിക്കുകയാണ് തുടങ്ങിയ വളരെ നാടകീയമായ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് PV അൻവർ ഭാഷയിലുടനീളം ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു മാർക്ക് ആന്റണി പ്രസംഗം പോലെയാണ്. കാരണം ഒരു ഭാഗത്ത് ശ്രീ പിണറായി വിജയനോടൊപ്പമാണ് താൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുകയും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഒരു വിനീത വിധേയനെ പോലെ തന്നെ താൻ അത് ശിരസാ വഹിക്കുകയാണ് എന്ന് പറയുകയും തനിക്കെതിരെ ഉണ്ടായിരുന്ന ഫോൺ റെക്കോർഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിമർശനമെല്ലാം തന്നെ ജസ്റ്റിഫൈഡ് ആണ് എന്നും എല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും
മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് എന്ന് പറയാം. കാരണം അദ്ദേഹം പറയുന്നത് നോക്കൂ, ഈ റിപ്പോർട്ടെല്ലാം തന്നെ കൊടുക്കുന്നത് ആരാണ്? ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ തൻ്റെതായിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേക്കുള്ള ആൾക്കാരാണ് ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് തനിക്ക് കൊണ്ടു തരുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലുമുള്ള കഴിവില്ലാത്ത ഒരാളാണോ നമ്മുടെ മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പരാമർശങ്ങളുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് എന്ന്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള തന്റെ അറിവിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ചില ഉപദേശങ്ങൾ ശ്രീ പി ശശി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്കാണ് എന്നും അതിന്റെ മെറിറ്റ് അദ്ദേഹത്തിന് ബോധ്യമാകുന്നില്ല എന്നുമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടുകൂടി അദ്ദേഹം പൂർണ്ണമായിട്ടും അൻവറിനെ തള്ളുകയാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യം ശ്രീ അൻവറിന് ഉണ്ടായിട്ടുണ്ട്. അൻവറിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇടതു പാരമ്പര്യമല്ല എന്ന് മുഖ്യമന്ത്രി പച്ചയ്ക്ക് പറഞ്ഞു. അത് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. ഒരിക്കലും ഒരു ഇടതുപക്ഷ അനുഭാവിയോ പ്രവർത്തകനോ മനസ്സുള്ളയാളിനോ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഫോൺ റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അൻവർ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനമുണ്ടായി. തന്നെയുമല്ല, അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഒരു അവഗണനയോടുകൂടി അദ്ദേഹം തള്ളിക്കളയുകയും പി ശശിക്കെതിരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണത്തിനും സ്കോപ്പില്ല എന്ന് പറയുകയും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ADGP അജിത് കുമാറിനെതിരെ ആരോപണം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തെ നീക്കി നിർത്താൻ സാധ്യമല്ല എന്നൊക്കെ പറയുകയും ചെയ്തപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഗ്രിപ്പും സർക്കാരിലില്ല എന്നുള്ളത് വ്യക്തമായി. അപ്പൊ ഇനിയും ഇടതുപക്ഷത്തെ തനിക്ക് ഒരു സ്വാധീനമുണ്ട് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയും താൻ വിനീത വിധേയനായിട്ട് മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യേണ്ടത് അൻവറിന്റെ ആവശ്യമാണ്. പക്ഷെ അതിനുശേഷം നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ അൻവർ വീണ്ടും ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് എന്നും പോലീസ് കൊടുത്തിരിക്കുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷന്റെ പുറത്താണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നും പറഞ്ഞതിന് ശേഷം ഒരു പടി കൂടി കടത്തി കള്ളക്കടത്തിന്റെ പങ്ക് പി ശശി പറ്റുന്നു എന്ന രീതിയിലേക്കുള്ള സംശയം പോലും ഉണ്ടാകും എന്ന രീതിയിലേക്ക് അദ്ദേഹം പറയുന്നു. മരമുറി കേസിൽ വിജിലൻസിന്റെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ല എന്ന രീതിയിലേക്ക് പറയുന്നു. ഇതെല്ലാം വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ് എന്ന രീതിയിലേക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മാർക്ക് ആന്റണി പ്രസംഗം പോലെയാണ്. അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞിരിക്കുന്ന ആളിനെ പോലും അദ്ദേഹം പ്രകീർത്തിച്ചതിന് ശേഷം വീണ്ടും ആരോപണങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കുറേയധികം അമ്പുകളാണ് അദ്ദേഹം എയ്യുന്നത്. അപ്പൊ ഇനി അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് തുടരാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉണ്ടാകേണ്ടുന്ന ഒരു സെൽഫ് എസ്റ്റീമാണ്. അതായത് താൻ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെയും ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുമുള്ള ആരോപണം ഉന്നയിച്ചിട്ട് അത് പ്രതിപക്ഷം പോലും പറയാതിരിക്കുന്ന ചില കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷവും അതിൽ കാര്യമായ രീതിയിലുള്ള ഒരു പിന്തുണ തനിക്ക് ഉണ്ടായില്ലാത്ത ഒരു പക്ഷത്ത്, തനിക്ക് ലഭിക്കാത്ത ഒരു പക്ഷത്ത് വീണ്ടും തുടരുക, നിലയുറപ്പിക്കുക എന്നതൊക്കെ തന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി കേരള രാഷ്ട്രീയം ഏത് രീതിയിലേക്ക് മാറുമെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഒരു ഇടതു പാരമ്പര്യം ഇല്ല എന്നും അത് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ കണ്ണുമടച്ച് തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി കാണേണ്ടത് കോൺഗ്രസിന് അദ്ദേഹം സ്വീകാര്യനാകുമോ, മറ്റാർക്കെങ്കിലും അദ്ദേഹം സ്വീകാര്യനാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും മറ്റൊരവസരത്തിൽ ഒരുപക്ഷെ ശ്രീ അൻവർ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കൂടുതൽ കാര്യങ്ങളും പറയാനുള്ള സാഹചര്യമുണ്ട്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് മാറിയാൽ എന്തായാലും ഇനി അങ്ങോട്ട് സമ്മേളനങ്ങൾ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ താൻ ഒഴിഞ്ഞു മാറിക്കൊള്ളാം എന്നും പറയുന്നുണ്ട്. രാഷ്ട്രീയ ചൂടുമാറ്റം തന്നെയാണോ എന്നുള്ളത് ഇനിയും കാണേണ്ടിയിരിക്കുന്നു. ശ്രീ പ്രിൻജു മഹാദേവ്, PV അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവെവിടെ എന്നുള്ള പ്രതിരോധം താൽക്കാലികമായി CPM സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയും ഒക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും ഏറ്റവും ഒടുവിലായി PV അൻവറിനെ തള്ളുന്നതും. പക്ഷേ ഇനി വരും ദിവസങ്ങളെക്കുറിച്ച് തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ആശങ്കയുണ്ട്. കാരണം ഈ ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുന്നതിലുപരി തനിക്കെതിരെ മറ്റൊരു പാളയത്തിൽ പടസംജാതമാകുന്നു, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിലൊരു നീക്കം? അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ വച്ചു പുലർത്തി വന്നിരുന്ന ആ ഒരു ഏകാധിപത്യ സ്വഭാവം, തൻ്റെ മാത്രം ആൾക്കാർ എന്നുള്ളൊരു ധാരണ ഇനിയും മറ്റാരെയെങ്കിലും തൻ്റെ പിൻഗാമിയായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് മുളയിലെ നുള്ളുക എന്നുള്ള മറ്റൊരു വിഭാഗത്തിൻ്റെ നിലപാട്, ഇതൊക്കെ പ്രാവർത്തികമാക്കപ്പെടും എന്നുള്ളൊരു ഭയം പിണറായി വിജയനെ സംബന്ധിച്ച് ഇനി തുടർന്നങ്ങോട്ടുണ്ടാകുകയല്ലേ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ? അല്ല, ഇന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് പിണറായി വിജയന് കൃത്യമായി ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അൻവറിനെ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാനും ഇങ്ങനെ അൻവർ പത്രസമ്മേളനം നടത്തിയാണെങ്കിൽ ഞാനും പത്രസമ്മേളനം നടത്തേണ്ടി വരും
എന്ന് പറയുന്നതിലൂടെ അൻവർ, കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത ഒരാളാണ്. അൻവറിന്റെ മലബാറിന്റെ ഒരു രാഷ്ട്രീയ ജീവിത ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വ്യവസായ താല്പര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ദുരൂഹതയുള്ള ഒരാളായിരുന്നു. CPM എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻവറിനെ പോലെയുള്ള ആളുകളെ മലബാർ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമുക്ക് MLA ആയിരുന്ന രണ്ടാമത് പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിൽ 5 വർഷം MLA ആവുന്ന സമയത്ത് ഈ അൻവറിനെ 15 മാസമാണ് നമ്മൾ കാണാതായത്. പിന്നീട് ഈ മാധ്യമങ്ങളൊക്കെ ഈ അൻവറിനെ കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്തു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അൻവർ ആഫ്രിക്കയിൽ ഒരു ഖനിയുമായി ബന്ധപ്പെട്ട് അവിടെയാണെന്ന്. ആ ഖനി എന്ന് പറയുന്നത് സ്വർണ്ണഖനിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പുതിയ രണ്ടാം സർക്കാർ വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആഫ്രിക്കയിൽ പോയിട്ട് അൻവർ ഖനി അവിടെ പോയി പാട്ടത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സ്വാഭാവികമായിട്ട് സ്വർണം കൊണ്ടുവരാനാവുമല്ലോ. അല്ലാതെ ആഫ്രിക്കയിൽ സ്വർണ്ണ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരിക്കും ആഫ്രിക്കയിൽ പോയിട്ട് അദ്ദേഹം സ്വർണ്ണ ഖനി. അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ ഒരു അത്യധികമായിട്ട് നമ്മൾ ഇതിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന സമയത്ത് ഇപ്പോൾ എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി, CPM ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, അൻവർ ആയിക്കോട്ടെ, ഈ ഒരു പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൃത്യമായി മലബാറിലെ ഒരു പറ്റം സംഘത്തെ, അത് എല്ലാ ദുരൂഹ സാഹചര്യമുള്ള സംഘങ്ങളെ കൃത്യമായി ഉപയോഗിച്ച ആളാണ് പിണറായി വിജയൻ. അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പിണറായി വിജയന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് KT ജലീലുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഖുർആന്റെ അത്രയും വലിപ്പത്തിൽ സ്വർണ്ണം കടത്തിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരാൾ കാരാട്ട് റസാഖാണ്, പിന്നെ ഈ PV അൻവറാണ്. അപ്പൊ അതുകൊണ്ട് പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ ആളുകളായതുകൊണ്ട് തന്നെ കൂടുതൽ വിഴുപ്പലക്കിലേക്ക് രണ്ടു കൂട്ടരും പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. പക്ഷേ അൻവർ ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ ചുവടാണ് അൻവർ ഇത് നടത്തിയിട്ടുള്ളത്. അവസാനത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, എന്നെ ഒരു ചുക്കും ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ പരസ്യമായിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ UDF പാളത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ട് അൻവർ അങ്ങനെ പോകുന്ന സമയത്ത് അൻവറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ പിണറായി വിജയനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഭംഗ്യന്തരണ്ണ ഇന്ന് പത്രസമ്മേളനത്തിനകത്തും കൃത്യമായിട്ട് പറഞ്ഞത്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതിക്കാരുടെയും കൊള്ള സംഘത്തിന്റെയും രാജ്യദ്രോഹികളുടെയും കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് പിണറായി വിജയൻ മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അൻവറിനെ പോലെയുള്ള ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ഒരു സാഹചര്യം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മുന്നണി സംവിധാനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അലിഗേഷൻസുമാണ് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഇത് തന്നെയാണ് ഞങ്ങൾ പല കാലഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഈ അൻവറിന്റെ ആരോപണങ്ങളായിക്കോട്ടെ, കൃത്യമായിട്ട് BJP ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള പിണറായി വിജയന്റെ അവിഹിത ബന്ധമാണ്. അത് ഇന്ന് പരസ്യമായിട്ട് പൊതുസമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ അൻവറിലൂടെ സാധിച്ചു എന്നുള്ള ഒരു നല്ല കാര്യം അൻവർ ചെയ്തിട്ടുണ്ട്. ശരി, ശ്രീ ബൽദേവ്, ആവനാഴിയിലെ അമ്പെല്ലാം തീർന്നു കഴിഞ്ഞു PV അൻവറിന് എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു തിരികൊളുത്തലാണെങ്കിലോ, ഒരു പക്ഷേ ഇടതുപക്ഷത്ത് നിന്ന് PV അൻവർ മാറുകയാണെങ്കിൽ ഇതിനേക്കാളും ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളും ഒക്കെ അൻവർ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും, തന്റെ പ്രതിച്ഛായ കൂടുതൽ ഭംഗിയാക്കും എന്ന് ഉള്ളതിൽ താങ്കൾക്ക് സംശയമുണ്ടോ? ഞാൻ പറഞ്ഞതിനേക്കാൾ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ സംവാദകൻ ശ്രീജിത്ത് പണിക്കർ കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിപൂർണമായിട്ട് അൻവറിനെ തള്ളിപ്പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല, അദ്ദേഹത്തിന്റെ സംസ്കാരം വേറെയാണ്. അങ്ങനെ എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ തള്ളിപ്പറയും. മുഖ്യമന്ത്രിക്ക് PV അൻവറിന് ഭയമുണ്ട്. PV അൻവറിന്റെ കയ്യിൽ തുടർന്ന് ചില രേഖകളുണ്ട്, അത് കൊണ്ടുവരും. ഇടതുപക്ഷ മുന്നണിയെ മൊത്തത്തിൽ തകർക്കാൻ അതൊരു ആറ്റം ബോംബാണ്. അങ്ങനെ വല്ല വിചാരവും ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് ആർക്കുമില്ല. അതിന്റെ തെളിവാണ് ഇന്ന് മുഖ്യമന്ത്രി 1.25 മണിക്കൂർ വളരെ വ്യക്തമായി നടത്തിയ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് എല്ലാം അന്വേഷിക്കുന്നു, എല്ലാ ആരോപണങ്ങളെ കുറിച്ചും അന്വേഷിക്കുന്നു. ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ല, ADGPക്കെതിരെ നടപടിയെടുത്തിട്ടില്ല, അതും അന്വേഷിക്കുകയാണ്. മറ്റ് SP ഉൾപ്പെടെ പലർക്കും എതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇന്നും അദ്ദേഹം പറഞ്ഞെന്താ, അന്വേഷിക്കുന്നു, റിപ്പോർട്ട് വരുന്ന അനുസരിച്ച് ശക്തമായ നടപടികൾ ഉണ്ടാകും. പിന്നെ അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നു, ഏതൊക്കെ ഭാഗത്താണ് അന്വേഷിക്കേണ്ടത് ആ ഭാഗങ്ങളെ അന്വേഷിക്കുന്നു. പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന P ശശി പാർട്ടിക്കാരനാണ്, തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് വേണ്ടുന്ന നടപടി സ്വീകരിക്കും. ആ പരിപൂർണമായിട്ട് തള്ളിക്കളയല്ല അദ്ദേഹം ചെയ്ത്. അദ്ദേഹം പാർട്ടി നിയോഗിച്ച ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ മാറ്റാൻ പറ്റില്ല. മാറ്റേണ്ട സാഹചര്യം ബോധ്യപ്പെട്ടാൽ മാറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, എന്തായാലും ഈ അന്വേഷണം തുടരുമെന്നുള്ളത് ഒരു സ്ഥിരം പല്ലവിയാണല്ലോ. ശ്രീ MK ഹരിദാസ്, എന്തായാലും മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിൽ ആകുകയാണോ, അതോ അദ്ദേഹം ധൈര്യസമേതം PV അൻവറിനെ ഇങ്ങനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണോ? CPM കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ്. കാരണം തെളിവെവിടെ എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും PV അൻവർ ലക്ഷ്യം വെക്കുന്നതും പറഞ്ഞു വെക്കുന്നതും കൃത്യമായ സൂചനകളിലേക്ക് തന്നെയല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രതിരോധത്തിലേക്ക് മുഖ്യമന്ത്രി പോകുമോ എന്നുള്ളതിനേക്കാൾ ഞാനൊക്കെ കാണുന്നത് അദ്ദേഹം ഏറെ ദുർബലനായിട്ട് വരികയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ അൻവറും ഇദ്ദേഹവും കൂടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. അത് കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞു കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവറിനോട് ഇത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങൾ നടത്തരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞു, കേരളത്തിലെ കിം ജോങ് ഉന്നിനെ പോലെ തന്നെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു അവസാനത്തെ വാക്കാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ അങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളും ഇത് ചെയ്യില്ല. നാറിയവനെ ചുമക്കുന്നവനും നാറും എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുമാറല്ലേ ഈ PV അൻവറിനും PV ശ്രീനിജനെയും ഒക്കെ എടുത്തിട്ട് ഈ പാർട്ടി തലയിലേക്ക് വെച്ചിരിക്കുന്നത്. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. ഈ PV ശ്രീനിജൻ്റെ എളമക്കരയിൽ ഞാൻ താമസിക്കുമ്പോൾ, എറണാകുളം എളമക്കരയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് പണിക്ക് മുമ്പിലൂടെ, അതായത് 365 ദിവസത്തിൽ ഒരു 20-25 ദിവസമെങ്കിലും ഒരു പന്തംകുളത്ത് ജാഥ ഇവർ നടത്താതിരിക്കില്ലേ DYFIക്കാർ? അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെ PV ശ്രീനിജൻ പറയുന്ന വീടിൻ്റെ പണി കോർപ്പറേഷൻ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്, അന്ന് കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഡിമാൻഡ് വയ്ക്കാം. ആ ശ്രീനിജനെ എടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ MLA ആക്കി വെച്ചിരിക്കുന്നത്. അതുമാതിരി തന്നെ ഈ ഇവിടെ ശ്രീ പ്രിൻഡു മഹാദേവ് പറഞ്ഞ മാതിരി തന്നെ ഈ അൻവർ മറ്റൊന്നും വേണ്ട. അൻവർ കയ്യേറിയിട്ടുള്ള ഭൂമികളുടെ കണക്കെന്താ? അൻവർ മറ്റേ പൊതുസ്വത്തായിട്ടുള്ള ജലസ്രോതസ്സുകളിൽ തടയണ കെട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത് എന്താ? അപ്പോൾ അൻവറിനൊരു ക്ലീൻ ഇമേജ് ഇല്ലാത്ത ഒരു അൻവറിനെ പിടിച്ചിട്ട് ഈ പാർട്ടിയുടെ ആളായിട്ട് വെച്ചിട്ട് പാർട്ടിയുടെ കുറച്ചുള്ള നമ്മൾ പറയില്ലേ ഈ അണികൾ, അതായത് ഈ സൈബർ സഖാക്കളുടെ പിന്തുണയോട് കൂടിയിട്ട് അവർ ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും അൻവറിനെതിരെ ഇന്നിപ്പോൾ ഇവിടെ സംവാദത്തിൽ മൊത്തത്തിൽ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇദ്ദേഹം ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞു, ഇനി എന്താണ് അൻവറിൻ്റെ കയ്യിലുള്ള? അൻവറിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് സാർ അൻവറിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയാൽ ഞാനും പത്രസമ്മേളനം നടത്തുമെന്ന് പറയേണ്ട നിലയിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന സിംഹം എത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് സാർ മനസ്സിലാക്കേണ്ടത്? ഇവരുടെ സമയക്കുറവുള്ളതുകൊണ്ടാണ്. ശ്രീ ശ്രീത്ത് പണിക്കറിലേക്ക് കൂടി ഒരു മിനിറ്റിൽ. എന്തായാലും PV അൻവർ ചട്ടുകമായാലും അതല്ല PV അൻവറിന്റെ ലക്ഷ്യമാണെങ്കിൽ പോലും കുറുക്കി തന്നെ കാര്യങ്ങൾ കൊള്ളുന്നുണ്ട് എന്ന് തന്നെ അനുമാനിക്കാമോ? തീർച്ചയായിട്ടും. പക്ഷെ അത് ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിനെ നേരിടുന്നതിനേക്കാൾ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടിയിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ശ്രീ അൻവറിന്റെ ആരോപണങ്ങളെ നേരിട്ടത്. കാരണം അദ്ദേഹം ഉടനടി ഒരു പത്രസമ്മേളനം നടത്തിയില്ല. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമെടുത്തതിന് ശേഷമാണ് അദ്ദേഹം അത് ചെയ്തത്. തന്നെയുമല്ല, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിന്റെ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് ഉദ്ധരിച്ച് സംസാരിച്ചു. ചില പഴയ പുസ്തകങ്ങളെ പറ്റി നമ്മൾ കണ്ടതാണ്. ആ പുസ്തകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അദ്ദേഹം വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്ത് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് തയ്യാറായിട്ടാണ് അദ്ദേഹം വന്നത്. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ കണ്ടതാണ്. കാരണം ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പിണറായി വിജയനെ നമ്മളിന്ന് കണ്ടില്ല. പകരം അദ്ദേഹം സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ ആൾക്കാർ ചോദിക്കുമ്പോൾ പോലും ഞാനിതൊന്ന് പറയട്ടെ, പൂർത്തിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പലപ്പോഴും പ്രകോപിതനാകുന്നത് നിന്ന് വ്യത്യസ്തനായിരുന്നു എന്ന് മുഖ്യമന്ത്രി. സമയക്കുറവുള്ളതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ജനം ഡിബേറ്റിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.